ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് ക്യാഷൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷെ നമുക്കതൊക്കെ ഇവിടെ ഒരു ഹെലികോപ്റ്റർ എടുക്കുന്നുണ്ട്. ഓക്കെ ഡോം ഇവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ മോനെ അത്യാവശ്യം ആളുണ്ട് കേട്ടോ. നമുക്ക് നമ്മളത് ആ സിറ്റിയുടെ ഭാഗത്തോട്ടൊക്കെ എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട്. ജസ്റ്റ് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു സ്പീഡിലാണ് ഈ സാധനം പോകുന്നത്. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടേക്ക് ഇങ്ങോട്ട് ദിവസമല്ല ആക്ച്വലി നമ്മൾ അവിടെ നിന്ന് ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം ആ ഒരു ഫ്ലൈറ്റ് നമ്മളവിടെ കൊണ്ടിട്ട് താഴെ കൊണ്ട് കുത്തിയത് ഓഫായപ്പോൾ നമ്മളതിന് ചാടിതാ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ കുറച്ച് നേരം നീന്തി കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഡോമും പ്രയാണം നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് ഇവിടെ 2 വണ്ടി ഉണ്ട്, ഒരു ബഗ്ഗി പോലത്തെ 2 വെഹിക്കിൾ ഉണ്ട്. അതെടുത്തിട്ട് ഇങ്ങോട്ട് പോരേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാ പുള്ളിക്കാരൻ ഇവിടുന്ന് ആ ഒരു ടൈമിലുണ്ട് ഒരു ചൂണ്ടി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അവിടെ മീൻ പിടിക്കാൻ നോക്കണം. ഒന്നും കിട്ടിയില്ലടാ. ഇവിടെ അടുത്ത് 2 വണ്ടി ഉണ്ട്, വാ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇവന് വേണ്ടിയിട്ടുള്ള ഫ്രാങ്കോന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടൊക്കെ തന്നെയായിരുന്നു അവിടെ നിന്ന് കാണിച്ചു. പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ഡിഫൻഡർ ഇവൻ്റെ അവിടെ എവിടെയോ കിടക്കുന്നുണ്ട്. പോലീസുകാർ പിടിച്ചെടുത്തോന്നും എനിക്കൊരു ഐഡിയ ഇല്ല. പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് പോയി അത്ര തന്നെ. അപ്പോൾ നമുക്കിത് അവിടെ 2 ബഗ്ഗി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് പോണ വഴിക്ക് തന്നെ നമ്മുടെ ഡോമിനെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ അവരായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതൊരു വണ്ടി ഇപ്പോൾ ഇതിൽ ഏതെടുക്കുക? ഈ വണ്ടി അവൻ എടുത്തോട്ടെ, അവൻ അതിൽ തന്നെ കയറിയിരിക്കുന്നുണ്ട്. ഞാൻ ഈ വണ്ടി എടുക്കാം. നല്ല രസമുണ്ട്. നമുക്ക് ബഗ്ഗി എടുത്തിട്ട് അവിടെ പോയിരിക്കും. ഓക്കെ, നമുക്ക് ഇതെടുത്തിട്ട് പോകും. ഓക്കെ, ഏതാ പുള്ളിക്കാരൻ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ട്. ഗൈസ്, നമുക്കൊരു വീട് സെറ്റാക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. നമുക്കൊരു വീട് സെറ്റാക്കണം. നമുക്ക് കുറച്ച് ക്യാഷ് എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യണം. നമുക്ക് ക്യാഷ് എന്ത് ബിസിനസ് ചെയ്യും, ലീഗലായിട്ടുള്ള ബിസിനസ് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് ക്യാഷൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷേ നമുക്കതല്ലല്ലോ. നമുക്ക് കുറച്ചുകൂടി ഡീസൻ്റ് ആയിട്ടുള്ള നല്ല നല്ല ബിസിനസ്സുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് നല്ലത്. നമുക്ക് നോക്കാം. നമുക്ക് ഇവരെന്ന് നമ്മൾ പണ്ട് നമ്മൾ ചെയ്തിരുന്ന ഒരു ബിസിനസ്സായിരുന്നു ഇവരെ നമ്മുടെ ഡോമിനൊക്കെ നമുക്ക് ഇല്ലീഗലായിട്ടുള്ള വെഹിക്കിൾസ് ഒക്കെ കിട്ടും. അപ്പോൾ അത് നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ മറച്ചു വെക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അതുപോലെ വല്ല വെഹിക്കിൾസ് എന്തെങ്കിലും കിട്ടാണ്ടോ അങ്ങനത്തെ വല്ല കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് നോക്കി നോക്കാം. നമ്മുടെ ഫ്രാങ്ക് അതാ വിട്ട് പോകുന്നുണ്ട്. പുള്ളിക്കാരൻ അറിയാവുന്നുണ്ട് അവരുടെ ലൊക്കേഷൻ എവിടെയാണെന്ന്. എന്തായാലും പുള്ളിക്കാരൻ്റെ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുള്ളിക്കാരനൊപ്പം തന്നെ വെച്ച് പിടിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ബഗ്ഗി ഓടിക്കാൻ നല്ല രസമുണ്ട്. ഇങ്ങനത്തെ ഓഫ് റോഡ് സ്ഥലത്തോടാണ് ഈ വക സാധനങ്ങളൊക്കെ ഓടിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാനൊക്കെ പറ്റുള്ളൂ. എന്തായാലും ഇതിവിടെ എവിടെയാണ് ലൊക്കേഷൻ അറിയില്ല. നമുക്ക് ഇനി ഇവിടുന്ന് തിരിച്ചു പോകണം. നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനായിട്ടുള്ള വെഹിക്കിൾ നമ്മുടെ ഡോമിനോട് നമുക്ക് പറഞ്ഞേക്കാം. ഏതെങ്കിലും വല്ല വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകണം. നമുക്ക് ബോട്ടോ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം. നമുക്ക് അവിടെ വീട് സെറ്റാക്കണമെന്ന് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇപ്പോൾ മൈക്കിളുടെ ആ ഒരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നമുക്കത് പറ്റില്ലല്ലോ. നമുക്ക് വേറെ ഒരു പേഴ്സണലായിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് എന്തായാലും വേണം. ഓക്കെ, ഇവിടെ ഒരു ഹെലികോപ്റ്റർ എടുക്കുന്നുണ്ട്. ഓക്കെ, ഡോം ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബ്രയാനും ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ വണ്ടി ഇവിടെ വയ്ക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവരോട് കാര്യങ്ങളൊക്കെ പറയാം. കടാ മോനെ ഇറങ്ങിക്കോ. 2 ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് വെഹിക്കിൾസൊക്കെ വേണമെങ്കിൽ സെറ്റാക്കി തരാം. പക്ഷേ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കടത്തേണ്ട ഉത്തരവാദിത്വം നമ്മൾ ചെയ്യേണ്ടി വരും ഷിപ്പിൽ. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾക്ക് ആ ഷിപ്പിൽ അങ്ങോട്ട് കടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ കൂടി വരാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതൊരു സീനാണ്. അപ്പോൾ നമുക്ക് നോക്കട്ടെ, ഞങ്ങൾ പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ബെന്നോട് ചോദിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിവിടെ ഒരു ഹെലികോപ്റ്റർ ഇട്ട് തന്നിട്ടുണ്ട്. ഈ ഹെലികോപ്റ്ററിൻ്റെ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, അപ്പോൾ ഇവർ ഇവിടുന്ന് പൊക്കോളും. എന്തായാലും ഇവർ ഇനി ഇവരുടെ ബിസിനസ്സായിട്ട് ഇവരൊക്കെ ഒരു ഒറ്റ ടീമാണ് ഗൈസ്. നമ്മൾ പണ്ട് ഇവരായിട്ട് നല്ല രീതിയിലായിരുന്നു. പിന്നെ ഇപ്പോൾ അത് വേണ്ട. നമ്മൾ ഇവരോട് യാത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇപ്പോൾ 48 മണിക്കൂറായി ഈ ഒരു ഡ്രസ്സ്. നമുക്ക് ഡ്രസ്സ് മാറ്റണം. നമുക്ക് സമയം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ഹെലികോപ്റ്റർ എടുത്തിട്ട് നമ്മുടെ ലോസ് ആൻഡോസിലോട്ട് തന്നെ നമ്മൾ വേഗം തന്നെ തിരിച്ചു പോകണം. ഇത് ഇവർ നമുക്ക് തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നേക്കണതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ വെക്കണം. ഇവർ തന്നെ തിരിച്ചു കൊണ്ടുപോകും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ ഈ ഒരു ഐലാൻഡ് നമ്മളിതാ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക തന്നെയാണ്. നമുക്ക് ബെന്നിയുടെ കോള് വരുന്നുണ്ട്. എന്ത് സംഭവം എന്ന് ചോദിച്ചോട്ടെ. ബെന്നി വേറൊരു കേസാണ് നമ്മളെ വിളിച്ച് കൊണ്ടുണ്ടായിരുന്നത്. അതായത് ഇവിടെ ഒരു നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരാൾ, നമ്മുടെ ലോസ് ആൻഡോസിലുള്ള ഒരാൾ തന്നെയാണ്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. പുള്ളിക്കാരൻ ഇവിടെ ഇല്ലീഗലായിട്ടുള്ളൊരു വെഹിക്കിൾ കൊണ്ടുവന്നിട്ടൊക്കെ തന്നെ ഉണ്ട്. അതെങ്ങനെയും അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. കാരണം അങ്ങനെ അടിച്ചു മാറ്റി കഴിഞ്ഞാലും പുള്ളി അത്യാവശ്യം ഒരു മാന്യനൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു വെഹിക്കിൾ അങ്ങനെ ഒരു സംഭവം ചെയ്തുകൊണ്ട് പുള്ളിക്കാരൻ എന്താ പറയുക കേസും കാര്യങ്ങളൊന്നും കൊടുക്കില്ല എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്കത് മോഡിഫൈ ചെയ്തിട്ട് എല്ലാം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മറച്ച് കൊടുക്കാൻ പറ്റുന്നൊക്കെയാണ് നമ്മുടെ ബെന്നി പറയുന്നത്. നമുക്ക് നോക്കി നോക്കട്ടെ. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കി നോക്കാം. എന്തായാലും നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളാന്ന് പറയുമ്പോൾ ഹൈലി സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഗൈസ്, നമ്മളിതാ ഇവിടെ ലോസ് ആൻഡോസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് എത്തിയപ്പോൾ ഏകദേശം ഇരുട്ടൊക്കെ ആയിട്ടൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ ബെന്നി പറയുന്നത് അത്യാവശ്യം കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം നല്ല സെക്യൂരിറ്റി ഉള്ളൊരു ടീമാണ്. അത്യാവശ്യം റിച്ച് ആയാലും അറിയാലോ, നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വണ്ടി നമുക്ക് എങ്ങനെ അടിച്ചെടുക്കണം പറ്റുമോ നോക്കി നോക്കുക. പറ്റില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരുക. കാരണം അവിടെ റിസ്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ ഒരു വലിയ ടീമാണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡാമിൻ്റെ അപ്പുറത്താണ് ആ ഒരു പുള്ളിക്കാരൻ്റെ ഒരു പ്രൈവറ്റ് മാൻഷനൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ കുറേ സ്ഥലമൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ. അപ്പോൾ നമുക്കിതാ ഇവിടെ ബെന്നി തൽക്കാലത്തേക്ക് അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് കടക്കണം. കാരണം ശരിക്കും ഒരു റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ അതുവഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലേട്ടോ അവർ കാരണം ആരാണ് വരുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ അത് റിസ്ക് എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത്. ഇവിടെ ഹെലികോപ്റ്റർ ഇവിടെ നമുക്ക് തൽക്കാലം വർക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ ഹെലികോപ്റ്റർ നമ്മുടെ ഇവിടെ ഇട്ടിട്ടൊക്കെ തന്നെ ഉണ്ട്. എൻ്റെ മോനെ
ഇത് ഫുള്ള് സംശയം തോന്നാണ്ടിരിക്കാനാണ് ഇപ്പോൾ ബെന്നിപ്പോൾ നമ്മുടെ ബോട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ബോട്ട് നോക്കിയിട്ട് പോലീസിൻ്റെ ബോട്ടോ, എൻ്റെ പൊന്നെ പോലീസിൻ്റെ പോലീസ് ഗാർഡിൻ്റെ ഈ ഒരു ഡാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റിയുടെ ഏതൊരു ബോട്ടാണ്. ഡൗട്ട് തോന്നാതിരിക്കാൻ തന്നെയാവും ഇതും ചെയ്തിട്ടുണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. ഹൈലി സെക്യൂർ ആണെങ്കിൽ നമുക്കിത് വിടാം കേട്ടോ. നമുക്ക് ഈ ഒരു പ്ലാൻ വിടാം. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു വെഹിക്കിൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് മേടിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വിലയുള്ള നല്ലൊരു ഹെവി റേറ്റ് ഉള്ള ഒരു സൂപ്പർ കാറാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇല്ലീഗലായിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുന്നത്. ലീഗലായിട്ടുള്ളതാണെങ്കിൽ നമ്മളെന്നങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പുള്ളിക്കാരൻ സെപ്പറേറ്റ് അങ്ങോട്ട് പോകാനുള്ള ഒരു പ്രൈവറ്റ് റോഡാണ് തോന്നുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവും. ഇയാൾക്ക് വേറെ ഇല്ലീഗലായിട്ടുള്ള പരിപാടികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാ ഞാനൊന്ന് ഇറങ്ങിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അയ്യോ ചാടല്ല. ഓക്കെ ഗൈസ്, നമുക്ക് ഞാൻ അങ്ങോട്ട് കയറി നോക്കി നോക്കാം. നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം നൈറ്റ് ആവാറായി തുടങ്ങിയിട്ടൊക്കെ തന്നെ ഉണ്ട്. നോക്കി നോക്കട്ടെ, നമുക്ക് ഇതിലെ മുകളിലേക്ക് കയറി പോകണം. ഓക്കെ, ഞാൻ പതിയെ ഒളിച്ച് പാത്തിട്ടാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, വെപ്പൺസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പതിയെ പോയാൽ മതി. ഇനി സൗണ്ട് കേട്ടിട്ട് അലേർട്ട് ആവുന്നുണ്ട്. ഇവിടെ കുറേ സെക്യൂരിറ്റി ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കുറച്ച് റിസ്ക് എടുത്തിട്ട് ഉള്ള കാര്യം നോക്കുന്നത്. എന്തായാലും ഇത് കുറേ സ്റ്റെപ്പ് ഉണ്ടല്ലോ. ഇവിടെ ഈ ഭാഗത്തുനിന്ന് ആരും കാണാനില്ല. നമുക്ക് കുറച്ച് സ്പീഡിൽ പോകും. ഇവിടെ ഈ മഴ ആയതുകൊണ്ടാവുന്നുണ്ട് സെക്യൂരിറ്റിക്കാരൊക്കെ കയറി തോന്നുന്നുണ്ട്. അടുത്ത് മടിയന്മാരായിരിക്കും. ഓക്കെ, നമുക്ക് പണ്ട് സെക്യൂരിറ്റി ഡോഗൊക്കെ ആയിട്ട് നല്ലൊരു മാൻഷനൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്താ പറയുക, നമുക്ക് റൺവേ വരെ അടക്കമുള്ള ഒരു സെക്യൂരിറ്റി മാൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പുറത്തോട്ട് കിടക്കാം. അധികം സൗണ്ടൊന്നും ഉണ്ടാക്കണ്ടാകും. അവിടെ സെക്യൂരിറ്റി ആരൊക്കെ നിൽക്കുന്ന പോലെ ഡൗട്ട് ഉണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ സൈഡോടെ അങ്ങോട്ട് ഇതിലെ കയറാൻ പറ്റുമോ? ഇതിലെ കയറാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഒളിച്ചും പാത്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ഇതിലെ ഓക്കെ, ഇതിലും കയറാൻ പറ്റും. ഇതിനും ഇതോടെ അങ്ങോട്ട് കിടക്കാൻ പറ്റും. ഇവിടെ സെക്യൂരിറ്റി ആയി നിൽക്കണമെന്ന് നോക്കട്ടെ ഞാൻ. ഓക്കെ, സെക്യൂരിറ്റിക്കാരെ നോക്കി അത്യാവശ്യം സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. ഒരു ലൈറ്റും കാര്യങ്ങളും കാണുന്നുണ്ട്. ഇയാൾ ഇവിടെ നിൽക്കണമെന്ന് അറിയില്ല. വണ്ടിയുടെ കീ എന്തായാലും ഇയാളുടെ അടുത്ത് ഉണ്ടാവുക. കീ അടിച്ചു മാറ്റേണ്ട കാര്യം. ഇവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം എനിമീസ് എത്ര പേര്, എനിമീസ് അല്ല, ഈ സെക്യൂരിറ്റി ഗാർഡ് എത്ര പേരുണ്ട് നമുക്ക് ആദ്യം മറ്റേ ആ ഒരു നൈറ്റ് വിഷൻ വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ ആദ്യം ഈ മരത്തിൻ്റെ പുറകെ വന്നിട്ടെ. എൻ്റെ മോനെ അത്യാവശ്യം ആളുണ്ട് കേട്ടോ. നമുക്ക് ഇത്രമാത്രം സെക്യൂരിറ്റി ഫുൾ ടൈറ്റാണ്. എന്നിട്ട് അത് അവിടെ പറഞ്ഞു നടക്കുന്നത് കിളിയാന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ ഇവിടെ കുറച്ച് കൂടുതൽ ആളുകൾ കാണുന്നുണ്ട്. അവിടെ 2 പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു നേരത്തെ. ഓക്കെ, അപ്പോൾ അവിടെ ആയിരിക്കാനാണ് ഇവൻ ചാൻസ്. അപ്പോൾ നമുക്ക് കീ കിട്ടണം. ഈ വീടിൻ്റെ മണ്ടയിലൊക്കെ ഓരോരുത്തർ കയറി നിൽക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും കണ്ണും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരാൾ മാത്രം നിൽക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ അവിടെ മുകളിലാണ് നിൽക്കുന്നത്. ഇയാളെങ്ങനെയാലും ഇവർക്കൊക്കെ മറ്റൊരു ഹുഡി പോലത്തെ ഒരു ഡ്രസ്സാണ്. നമുക്ക് ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ട് ഡ്രസ്സ് എടുത്തിട്ടാൽ എന്തായാലും നമ്മുടെ ഡ്രസ്സ് മുഷിഞ്ഞിരിക്കുക. നമുക്ക് ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പറ്റും. നോക്കി ഇങ്ങനെ അടിച്ചിടാൻ പറ്റും. ഇങ്ങനെ ഡ്രസ്സ് അടിച്ച് മാറ്റം നോക്കട്ടെ. ഇയാൾ എനിക്ക് വരൂ. ഓക്കെ ഗൈസ്, നമ്മൾ അയാളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ നമുക്ക് കീ അടിച്ച് മാറണം. ഇവന്മാരൊന്നും അനങ്ങുന്നില്ല. ഞാൻ മാത്രം മൂവ് ചെയ്യുന്നുള്ളൂ. ഇനി ഡൗട്ട് തോന്നുന്നു എനിക്ക് അറിയുന്നില്ല. അവിടെ നിൽക്കുന്നുണ്ട്, നമ്മുടെ മെയിൻ ആൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്തായാലും നോക്കട്ടെ. നമ്മൾ ഇവന്മാരെ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും നടത്തം മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അനങ്ങാൻ നിൽക്കണം. എല്ലാവരും അനങ്ങാതെയാണ് നിൽക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഇവിടെ 2 പെണ്ണുങ്ങളോട് സംസാരിച്ച് നിൽക്കണം കേട്ടോ. ഇതാണ് ആൾ. ഇയാളുടെ കയ്യിൽ ഇവന്മാർക്ക് മനസ്സിലാവണോ? അവിടെ കീ ഇരിക്കുന്നുണ്ട് കേട്ടോ. വണ്ടിയിൽ കീ ആണെന്ന് തോന്നുന്നു. അപ്പോൾ കഴിച്ച് നമ്മൾക്ക് ആ ഒരു കീ കിട്ടിയിട്ടുണ്ട്. നേരെ ഇവിടെ പെണ്ണുങ്ങളോട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാത്ത പോലെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് നടന്നു പോകും. ഇവന്മാർക്ക് ആർക്കെങ്കിലും ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ തീർന്നു കേട്ടോ നമ്മൾ, ഉറപ്പാണ്. ഓക്കെ, അല്ല നമ്മുടെ ജസീരി മകൻ്റെ ഭാഗ്യം. വീടിൻ്റെ ഫ്രണ്ടിലോട്ട് എത്താൻ തന്നെ 1 മണിക്കൂർ പിടിക്കലോ നടന്നു. ഓക്കെ, അവിടെ വെഹിക്കിൾ കിടക്കുന്നുണ്ട്. ഇത് ഏതാ വെഹിക്കിൾ? മെക്കലേൻ്റെ ഏതൊരു കാണാൻ തോന്നുന്നു കേട്ടോ. ഇതെടുത്തിട്ട് നമുക്ക് ഒറ്റ പോക്ക് പോകാല്ലേ. ഇവിടെ ഗേറ്റ് എവിടെ? ഫ്രണ്ട് ഗേറ്റ് അവിടെ ആയിട്ടാണ്. യെസ്. ഇവന്മാർക്ക് ഡൗട്ട് തോന്നുമ്പോഴേക്കും ഒറ്റയടിക്ക് എടുത്തിട്ട് ഒറ്റ പോക്ക് പോട്ടോ. പോലീസ് വരില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. പോലീസ് എന്തായാലും വരില്ല എന്നാണ് നമ്മുടെ ഊഹം. ഇവന്മാർ വന്നാലേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് വിടാം. വെഹിക്കിൾ നമ്മൾ കൊണ്ട് കുത്തണമെന്നില്ല കേട്ടോ. ഇനി അധികം സ്പീഡിൽ ഓവർ സ്പീഡിൽ പോകുന്നു വേണ്ട. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇജാതി മഴ, ഒടുക്കത്തെ മഴ കേട്ടോ. ഇടിവെട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പിന്നീട് ആ ഒരു ഷോറൂമിലോട്ട് കയറ്റിയിട്ട് അവിടെ നമുക്ക് സംഭവം ഇതിൻ്റെ കളർ മാറ്റണം, എല്ലാം മാറ്റണം. എന്നിട്ട് നമുക്ക് സാധനം മറിച്ച് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓവർ സ്പീഡാണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പോലും പറ്റുന്നില്ല ഈ സാധനം. അയ്യോ. ഓക്കെ, നമ്മളത് ആ സിറ്റിയുടെ ഭാഗത്തോട്ടൊക്കെ എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ സാധനം. നല്ല ഓവർ സ്പീഡൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാണാൻ നല്ല ലുക്കൊക്കെ തന്നെ ഉണ്ട്. പകലാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. എന്തായാലും നമുക്ക് ആ ബെന്നീരെ ആ ഒരു
ഡീലർഷിപ്പിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ഈ സാധനം മര്യാദയ്ക്ക് കാണാൻ പറ്റുള്ളൂ, എന്നാലാണ് നമുക്കിത് ആസ്വദിക്കാൻ പറ്റുള്ളത്. ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ രൂപവും കാര്യങ്ങളും ഒന്നും നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല, നമ്മളിത് കത്തിച്ച് വിടൊക്കെ തന്നെയാണ്. ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ തന്നെ, വണ്ടി റൂട്ടിൽ തെന്നി മാറിക്കൊണ്ടേ ഇരിക്കുന്നു. നമുക്ക് നമ്മളിത് ബെന്നീര ആ ഒരു ഡീലർഷിപ്പിൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുവന്നിട്ടൊക്കെ തന്നെ മോനെ വണ്ടി ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ ഇതിൻ്റെ ലൈറ്റിങ് വന്നപ്പോഴാണ് സെറ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. എൻ്റെ മോനെ ഇതിൻ്റെ ഉള്ളിലോട്ട് കാർ കയറ്റി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഇത് കുറേ രീതിയിൽ അപ്ഗ്രേഡൊക്കെ ചെയ്യാൻ കിടക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ബെന്നി മച്ചൻ പറയുന്നത്. വണ്ടി എന്തായാലും രസമായി കേട്ടോ, എന്തായാലും മറച്ചു കൊടുക്കേണ്ട വണ്ടിയാണ്. നമുക്ക് പേഴ്സണൽ വെഹിക്കിളൊന്നും ആക്കണ്ട, ഒടുക്കത്തെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു സ്പീഡിലാണ് ഈ സാധനം പോകുന്നത്. ഇനി ഈ ഒരു എപ്പിസോഡ് നമ്മളോട് വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് ഉടനെ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. ഈ ഒരു എപ്പിസോഡിന് ചെയ്യാൻ ടൈം കുറച്ച് കിട്ടിയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ പറ്റിയത് ഗൈസ്. എന്തായാലും ഈ ഒരു എപ്പിസോഡിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇന്ന് പറയാനായിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.